ഓപ്പറേഷൻ സിന്ദൂർ 2.0 സമയമായിരിക്കുന്നു എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതിനു മുന്നോടിയായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യുന്നത്. തുർക്കിയുടെ ലോജിസ്റ്റിക് വിമാനമായിട്ടുള്ള A400M എന്ന് പറയുന്ന വിമാനം പാകിസ്ഥാനിൽ പറന്നിറങ്ങുന്നത്. ഇതെല്ലാം പാകിസ്ഥാൻ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇന്ത്യ 2 ദിവസത്തിനുള്ളിൽ ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 500 കിലോ ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത്. അത് ഇന്ത്യയുടെ ഡിഫൻസ് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിരിക്കും. പാകിസ്ഥാന് ഇത് ഭീതിയുടെ നാളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം വീണ്ടും സജീവമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഫണ്ടിന്റെ സഹായത്തോടെയാണ് തീവ്രവാദികൾ ഈ ഒളിത്താവളം പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് പാകിസ്ഥാൻ സർക്കാരാണ്. അവരുടെ സഹായത്തോടു കൂടിയാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ താവളം ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്കനുസരിച്ച് ഭീകര ക്യാമ്പിന്റെ പുതിയ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ 25 കോടി ധനസഹായം നൽകിയതായിട്ടാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യ 9 ഭീകര ഒളിത്താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തിയവയിൽ ഒരു ഒളിത്താവളമാണ് ഇപ്പോൾ ഇവർ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല, സ്രോതസ്സുകൾ പ്രകാരം ഈ താവളം പുനഃസ്ഥാപിക്കുന്നതിന് 25 കോടി രൂപ പാകിസ്ഥാൻ കൊടുത്തു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ എന്ത് അധികാരമാണ് ഈ തീവ്രവാദികളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ത് ചേതോവികാരത്തിന്റെ പുറത്താണ് ഇത് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ പല ആൾക്കാരും വ്യക്തത തേടുന്നുണ്ട്. എന്തായാലും 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 6-7 തീയതികളിൽ രാത്രിയിലാണ് പാകിസ്ഥാനിലെ ഈ ഭീകര ഒളിത്താവളങ്ങളിൽ ഇന്ത്യ ശരവർഷം പോലെ ബ്രഹ്മോസുകൾ വർഷിച്ച് ഇവിടെയുള്ള 600 ഭീകരരെ കാലപുരിക്ക് അയച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിനുശേഷം ഇപ്പോൾ വലിയൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് ഈ ഒളിത്താവളങ്ങളിൽ നടന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് പരീക്ഷിച്ച് വിജയിച്ച ശേഷം അതിന് ജോലിയില്ലാതെ ഒരു സൈഡിൽ വെറുതെ ഒരു മൂലയിൽ വലയടിച്ചിരിക്കേണ്ട അവസ്ഥ വരില്ല. അത് പ്രയോഗിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിനെ നമുക്ക് ഒരുക്കി തരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.